ഹലോ ഹായ് എല്ലാവർക്കും ലക്ഷ്മീസ് കുക്കിംഗ് സ്റ്റോറീസിലേക്ക് വീണ്ടും ഹാർദവമായ സ്വാഗതം. ഇന്ന് ഞാനൊരു ഫിഷിൻ്റെ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഫിഷിൻ്റെ റെസിപ്പി എന്ന് പറയുമ്പോൾ നിർവാണ റെസിപ്പി, ഫിഷ് നിർവാണ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. നമ്മുടെ ഷെഫ് സുരേഷ് പിള്ളയുടെ ഓത്തൻറ്റിക് ആയിട്ടുള്ള ഡിലീഷ്യസ് റെസിപ്പിയാണ്. ശരിക്കും ഫിംഗർ ലിക്കിംഗ് ടേസ്റ്റാണ് അതിന്. ആ റെസിപ്പി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഫിഷ് നിർവാണ ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം ഞാനിവിടെ ഒരു 250 ഗ്രാം കിങ് ഫിഷ് നെയ്മീനാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഏത് ഫിഷിൽ വേണോ ഇത് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം അതിനെ നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടി മാരിനേറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാൻ ഈ ബൗളിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത്, പെപ്പർ പൗഡർ 1 ടീസ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്, ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിക്കണം. ഒരു നാരങ്ങയുടെ നീര് വേണം. നമുക്ക് നല്ലോണം അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം, കാരണം തീരെ ഡ്രൈ ആണ്. ഉപ്പ് വേണമെങ്കിൽ നമുക്കിപ്പോഴേ ഒന്ന് നോക്കി വയ്ക്കാം. മീനിൽ പുരട്ടി കഴിഞ്ഞാൽ നമുക്കത് നോക്കാൻ പറ്റില്ല. ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ട്. എരിവ് കുറച്ച് വേണം എന്നുള്ളവർക്ക് 1 സ്പൂൺ ആഡ് ചെയ്താലും മതി, കാരണം നമ്മൾ പെപ്പർ ഇടുന്നുണ്ടല്ലോ. ഞാനിത് കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ടാണ് 2 സ്പൂൺ ഇട്ടത്. അതിൽ വലിയ എരിവ് ഉണ്ടാവത്തില്ല. മാരിനേഷനുള്ള ഗ്രേവി റെഡിയായി. ഇനി നമുക്കിത് ഫിഷ് മാരിനേറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഫ്രൈഡ് കട്ടായിട്ട് വേണമെങ്കിലും എടുക്കാം. ഞാനിതിപ്പോൾ ഇങ്ങനത്തെ കട്ടിലാണ് എടുക്കാൻ പോകുന്നത്. കറിക്കട്ടിൻ്റെ ഷേപ്പിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഏത് ഫിഷ് വേണോ ഈ റെസിപ്പി ട്രൈ ചെയ്യാം. അപ്പം ഞാൻ ഇടയ്ക്ക് പ്രോൺസിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. ഞാനത് ഷോർട്ട് വീഡിയോ ആയിട്ടിടാം ഈ ചാനലിൽ, കാരണം ഇൻഗ്രീഡിയൻസ് എല്ലാം സെയിം ആണ്, ഫിഷ് മാത്രമേ ഡിഫറെൻ്റ് ആവുന്നുള്ളൂ. നമുക്ക് കരിമീനിലൊക്കെ ചെയ്തെടുക്കാം. നമ്മൾ ഒരുമിച്ച് മീൻ പുരട്ടി എടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം ഉടഞ്ഞു പോവും, മീനിൻ്റെ പീസ് ഉടഞ്ഞു പോവും. നമ്മൾ സൂക്ഷിച്ചത് ചെയ്തെടുക്കും. 1 by 1 ആയിട്ട് എല്ലാം മാരിനേറ്റ് ചെയ്ത് ഉണ്ടോ. ഗ്രേവി കറക്റ്റായിരുന്നു. 250 ഗ്രാമിനും ആവശ്യത്തിനുള്ള ഗ്രേവി ഉണ്ടായിരുന്നു. ഇനി നമുക്കിതൊരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ മാരിനേഷന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. മാരിനേഷന് ഞാൻ 1 മണിക്കൂർ വെച്ചു, അത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെറിയ കടായി എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ, കോക്കനട്ട് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കണം. മീൻ ഷാലോ ഫ്രൈ ആണ്, ഡീപ്പ് ഫ്രൈ അല്ല. അപ്പോൾ കുറച്ചെണ്ണ മതി. നമുക്ക് 2 പ്രാവശ്യമായിട്ട് വെറുതെ ഓയിൽ വേസ്റ്റ് ചെയ്യേണ്ട, നമുക്ക് 2 പ്രാവശ്യമായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ എണ്ണ ഒരു 1/4 കപ്പാണ് ഒഴിച്ചിരിക്കുന്നത്. നമ്മൾ ഒത്തിരി എണ്ണ വേസ്റ്റ് ചെയ്യേണ്ട, 2 പ്രാവശ്യമായിട്ട് ഫ്രൈ ചെയ്യണം എന്നല്ലേ ഉള്ളൂ. എണ്ണ ഒന്ന് ചൂടാവട്ടെ, കാരണം നമ്മൾ ഓൺസ് ഫ്രൈ ചെയ്ത എണ്ണ പിന്നെ എടുക്കാൻ പാടില്ല എന്നൊക്കെയാണ് ഡോക്ടേഴ്സൊക്കെ പറയുന്നത്. നമുക്കിനി ഇത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഷാലോ ഫ്രൈ ആണ്, ഡീപ്പ് ഫ്രൈ അല്ല. ഓരോ പീസായിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. കരിമീനൊക്കെ ആണെങ്കിൽ നമുക്കൊരു വലിയ മീനിൽ തന്നെ അത് കട്ട് ചെയ്യാതെ, നമുക്ക് പീസൊന്നും കട്ട് ചെയ്ത് മാറ്റാതെ ഒറ്റ മീനിൽ തന്നെ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണത്. ചെറുതായിട്ടൊന്ന് ഫ്രൈ ആകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. ഈ മീഡിയം ഫ്ലെയിമിൽ മതി. നമുക്കിത് ഡീപ്പ് ഫ്രൈ അല്ല, ഇത് വീണ്ടും ഗ്രേവിയിലോട്ട് പോകേണ്ട പീസുകളാണ്. നമുക്ക് ഓരോ സൈഡ് ഒരു 2 മിനിറ്റ് വേണ്ട. ഷാലോ ഫ്രൈഡ് ഒരു പരുവം എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു ഇതിൽ നമുക്ക് തിരിച്ചിടണം. രണ്ട് സൈഡും ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി ബാക്കിയിരിക്കുന്ന പീസ് കൂടെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം.
എല്ലാ സൈഡും ഈ 2 പീസ് കുറച്ച് തിക്കാണ്, അപ്പോൾ നമ്മളെല്ലാ സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ പീസും ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിത് ഫൈനൽ പ്രിപ്പറേഷൻ എങ്ങനെയെന്ന് നോക്കാം. ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിരിക്കുകയാണ്. ചട്ടിയിൽ തന്നെ ചെയ്യുന്നതാണ് ഇത് ടേസ്റ്റി. നമുക്ക് വേണമെങ്കിൽ, നിർബന്ധമില്ല, ഞാൻ ഒരു സ്പൂൺ എണ്ണ ഒന്ന് ഇതിലോട്ടൊന്ന് ഇലയൊന്നും കരിയാതിരിക്കാൻ വേണ്ടി ചെയ്ത് കൊടുത്തതാണേ. ഒന്ന് വെച്ചിട്ട് നമുക്ക് വാഴയില ഇതിനകത്തോട്ട് ഇങ്ങനെ വയ്ക്കാം. തീ കുറച്ച് വെച്ചിട്ട്, ചട്ടി ചൂടായി എന്ന് മനസ്സിലായാൽ തീ കുറച്ച് വെച്ചിട്ട് ഞാനിവിടെ 2 വാഴയില വയ്ക്കുന്നുണ്ട്. 2 വാഴയില വെച്ചിട്ട്, ഒന്നും മതി, നല്ല കട്ടിയുള്ള വാഴയിലാണെങ്കിൽ ഒരെണ്ണം മതി. ഞാനിവിടെ 2 എണ്ണം വച്ചു എന്നുള്ളതേ ഉള്ളൂ. അത് വെച്ചു. നമുക്ക് ഇല ചൂടാവുന്നത് മനസ്സിലാവും. ആ ഒരു ടൈമിൽ നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷിൻ്റെ പീസ് ഇതിനകത്തോട്ട് സൂക്ഷിച്ച് വെച്ച് കൊടുക്കാം. സ്പേസ് ഉണ്ടായിരിക്കണം. മിക്സായി കിടന്നത് ഇളകിപ്പോരുത്. മീൻ വളരെ സോഫ്റ്റ് അല്ലേ, അപ്പോൾ പെട്ടെന്ന് ഇളകിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മളത് സൂക്ഷിച്ച് വയ്ക്കണം. ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക. എല്ലാം ചൂടായതിൻ്റെ ഒരു സൗണ്ടൊക്കെ കേൾക്കുന്നില്ലേ? എല്ലാ പീസും ഞാനിതിൽ നിരത്തിയിട്ടുണ്ട്. ഇനി അടുത്ത് ചെയ്യേണ്ടത്, ഇതിലേക്ക് നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ, 1 പാല് 1 കപ്പ് ഒഴിച്ചു കൊടുക്കണം. അതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലെ പീസൊന്നും ഇളക്കരുത്. എന്നിട്ട് ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്യുമ്പോഴൊക്കെ വളരെ സൂക്ഷിച്ച് വേണം, മീനായതുകൊണ്ട് ഇളകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ആഡ് ചെയ്യേണ്ടത് 1 ടേബിൾ സ്പൂൺ ചെറുതായി നുറുക്കി വെച്ച, ഇങ്ങനെ നീളത്തിന് നുറുക്കി വെച്ച ഗാർലിക്, അതിട്ട് കൊടുക്കണം. പിന്നെ 1 ടേബിൾ സ്പൂൺ ചെറുതായി ഇതുപോലെ നുറുക്കി വെച്ച ഇഞ്ചി, ജിഞ്ചർ, അത് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാനിവിടെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കുറച്ച് എരി മതിയെങ്കിൽ 2 എണ്ണം ഇട്ടാൽ മതി. അത് ഇതുപോലെ അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഉപ്പൊന്ന് നോക്കാം. നമ്മൾ മീനിൽ മാത്രമല്ലേ ഉപ്പിട്ടുള്ളൂ, അല്ല ഗ്രേവിയിൽ ഉപ്പ് കാണത്തില്ല. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ എന്തായാലും ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്കിനി ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ച് കൊടുക്കാം, കാരണം ഈ തേങ്ങാപ്പാൽ തിളയ്ക്കണം. ഇനി നമുക്കിതിലേക്ക് ധാരാളം കറിവേപ്പിലേക്ക് ഒരു പിശുക്കും കാണിക്കേണ്ട, ഇഷ്ടം പോലെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 5 സ്ട്രിങ്സോളം ഇട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കറിവേപ്പിലയുടെ ഇതിലോട്ട് ഇറങ്ങുമ്പോൾ. നമുക്ക് ഫൈനലായിട്ടൊന്ന് ഉപ്പ് നോക്കാം. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്. എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ ആഡ് ചെയ്തു. കണം തന്നെ കണ്ടില്ലേ, നല്ല ഭംഗിയാണ്, ടേസ്റ്റും അതുപോലെയാണ്. അപ്പോൾ ഇതിനി ഒന്ന് തിളയ്ക്കണം. അതിനൊരു 5 മുതൽ 10 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊരു അടപ്പ് വെച്ച് അടച്ച് വേവിക്കാം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ഫിഷ് നിർവാണ റെഡിയായി കഴിഞ്ഞു. നമുക്ക് തീ ഓഫ് ചെയ്യാം. ആഹാ, നല്ല യമ്മി ഫിഷ് നിർവാണ റെഡിയായി. എല്ലാം നല്ല പാകത്തിന് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്യണം. അത്ര ടേസ്റ്റിയാണ്, ഫിംഗർ ലിക്കിംഗ് ടേസ്റ്റാണ്. വൈറ്റ് റൈസിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇതായിരുന്നു. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും ഇത് തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ വീണ്ടും നല്ല നല്ല റെസിപ്പീസുമായി ഞാൻ വരുന്നതായിരിക്കും. ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗുഡ് ഡേ വിഷസ്. ടേക്ക് കെയർ. ബൈ.